ഹരേ കൃഷ്ണ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് പനീറാണ്. അപ്പം ഞാൻ മാർക്കറ്റിലൊക്കെ പോയി പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം ഞാനിവിടെ 4 പാക്കറ്റ് പാലാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2 ലിറ്റർ പാല്. ഓൾറെഡി എൻ്റെ ഫ്രിഡ്ജിൽ 1 ലിറ്റർ പാൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 ലിറ്റർ പാലിൻ്റെ പനീറാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ കൂട്ടിയും കുറച്ച് വിട്ട് നിങ്ങൾക്ക് പനീർ റെഡിയാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇതേപോലൊരു പാത്രമാണ് യൂസ് ചെയ്യുന്നത്. വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ പാലിൻ്റെ പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം കൂടി കട്ട് ചെയ്ത് ഞാനൊന്ന് ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഫ്രിഡ്ജിലിരുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഫുള്ള് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി പാൽ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാല് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വിനാഗിരി സെറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതേപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വലിയൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു 3.5-4 സ്പൂണോളം വിനാഗിരി എടുക്കണം. വലിയ സ്പൂണായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സ്പൂണിൽ തന്നെ 1 സ്പൂണ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് ഞാനൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ എനിക്ക് നല്ല വിശപ്പായിരുന്നു ഗൈസ്. അപ്പം ഞാൻ മാഗി ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ മാഗിയും കട്ടനും കൂടെ റെഡിയാക്കിയായിരുന്നു. അങ്ങനെ ഞാനിവിടെ മാഗിയും കട്ടനും കൂടെ കഴിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പാൽ ഇവിടെ നല്ലപോലെ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്തതിന് ശേഷം നമ്മൾ വിനാഗിരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ ഇതിലോട്ട് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചൊഴിച്ചു കൊടുക്കാൻ പാടില്ല, മെല്ലെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പിരിഞ്ഞ് നമ്മുടെ പാല് കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മുടെ പാല് മൊത്തത്തിൽ ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഗ്രീൻ കളറിലായിരിക്കും നമ്മുടെ ആ വെള്ളം കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ കണ്ടു വന്നാൽ നമ്മുടെ പനീർ ഇവിടെ പെർഫെക്റ്റ് ആണെന്നാണ്. അപ്പം ഞാൻ ഇവിടെ ഇതേപോലെ ഒരു പാത്രം വെച്ച് താഴെ കൊടുത്തിട്ട് ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള കോട്ടൻ്റെ അല്ലെങ്കിൽ സിൽക്കിൻ്റെ തുണിയായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തായാലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഞാൻ കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ നല്ല തണുത്ത വെള്ളത്തിലാണ് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു മണിക്കൂർ അരമണിക്കൂറോളം ഞാനിത് ഇങ്ങനെ തന്നെ വെക്കുകയാണ് അരിപ്പയിൽ തന്നെ. കാരണം ഇതിൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ടാകും. അപ്പം ഞാനിത് ഇതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്തിട്ട് ഒരു വലിയൊരു പ്ലേറ്റിലെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ കൈയുടെ വെള്ളം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പനീർ ഇവിടെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഡബ്ബ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിലാണ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടിയിലൊന്ന് നെയ്യൊന്ന് ശകലം ഒന്ന് തേച്ച് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പനീർ ഇവിടെ നന്നായിട്ട് നമ്മുടെ മാവ് കുഴയ്ക്കത്തില്ല അതുപോലെ കുഴച്ചെടുക്കണം. വെള്ളമൊന്നും തൊടാൻ പാടില്ല. അപ്പം അതൊന്ന് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ അതിൻ്റെ ഒരു വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലല്ല വെക്കുന്നത്, താഴെയാണ് വെക്കുന്നത്. അപ്പം ഞാനത് വേണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കായാലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അന്ന് തന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൂപ്പറായിട്ടാണ് നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.